CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദന്റെ വാർത്താ സമ്മേളനമാണ് നമ്മൾ കണ്ടത്. സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടി നടപടി എന്തുകൊണ്ടില്ല എന്ന ചോദ്യത്തിന് മാധ്യമങ്ങളുടെ പിന്നാലെ പോയി നടപടിയെടുക്കുന്ന പാർട്ടിയല്ല CPM എന്നാണ് എം.വി. ഗോവിന്ദൻ മറുപടി നൽകുന്നത്. ശബരിമല തിരിച്ചടിയായോ, ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം തിരിച്ചടിയായോ എന്ന ചോദ്യത്തിന് മറുപടി നൽകിയിട്ടില്ല. അദ്ദേഹം അമിത ആത്മവിശ്വാസം ഉണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. വെള്ളാപ്പള്ളിയെ ചേർത്ത് പിടിച്ചത് തിരിച്ചടിയായെന്ന വിലയിരുത്തലില്ല എന്നുകൂടി പറയുകയാണ് അദ്ദേഹം. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് കൃത്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ് CPIM. കേരളത്തിലെ മുഴുവൻ വീടുകളും കയറാനാണ് തീരുമാനം. വലിയ പ്രചാരണത്തിലേക്ക് പോകുന്നു. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉൾപ്പെടെ ഉയർത്തി കാണിച്ചുകൊണ്ടായിരിക്കും പ്രചാരണം. ഫെബ്രുവരി 1 മുതൽ 15 വരെ LDFന്റെ 3 ജാഥകളാണ് നടത്താൻ പോകുന്നത്. ജനുവരി 5-ന് 23,000 വാർഡുകളിൽ തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷണ അസംബ്ലി നടത്തും. അതായത് തൊഴിലുറപ്പ് പദ്ധതിയിലെ കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെതിരെ വ്യാപകമായ പ്രചാരണത്തിന്, വലിയ പ്രക്ഷോഭത്തിന് CPM തയ്യാറെടുക്കുകയാണ്. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കെതിരെ ജനുവരി 15-ന് ലോക് ഭവന് മുന്നിൽ പ്രതിഷേധത്തിനും തയ്യാറെടുക്കുന്നു. റഹീസ് റഷീദാണ് ചേരുന്ന വിവരങ്ങളുമായി. റഹീസ്, എം.വി. ഗോവിന്ദൻ സുദീർഘമായൊരു വാർത്താ സമ്മേളനം നടത്തി. വിവാദങ്ങൾ സംബന്ധിച്ച് മാധ്യമങ്ങളെ പഴിക്കുന്നതാണ് നമ്മൾ കണ്ടതൊപ്പം പ്രതിപക്ഷത്തെയും കൃത്യമായി ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ നടപടിയിൽ ഉൾപ്പെടെ കൃത്യമായ മറുപടി അദ്ദേഹം നൽകുന്നില്ല. പക്ഷേ ഈ തോൽവിയിൽ, അപ്രതീക്ഷിതമായ തോൽവി എന്ന് അദ്ദേഹം പറയുന്നു, അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കൃത്യമായ പ്രചാരണ പരിപാടികളിലേക്ക് കടക്കുകയാണ് CPM, അല്ലേ? വിനിത, അങ്ങനെയാണ്. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ കാരണമായി CPIMന്റെ നേതൃയോഗം കണ്ടെത്തിയ 2 പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ഒന്ന്, അമിതമായ ആത്മവിശ്വാസം ഇക്കാര്യത്തിൽ പാർട്ടി പ്രവർത്തകർക്ക്, അത് താഴെത്തട്ട് മുതൽ മുകളിലുള്ള CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയായ താനടക്കമുള്ള ആളുകൾക്കുണ്ടായി എന്ന കാര്യം അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ശബരിമലയോ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ ചേർത്തു പിടിച്ചതോ ആയ കാര്യങ്ങളൊന്നും തെരഞ്ഞെടുപ്പിൽ എതിരായില്ല, നമുക്ക് എതിരായി വോട്ടായി മാറിയില്ല എന്ന വിലയിരുത്തലാണ് CPIMന്റെ സംസ്ഥാന നേതൃയോഗത്തിൽ ഉണ്ടായത്. പക്ഷെ പരോക്ഷമായി ശബരിമലയുടെ കാര്യത്തിൽ സത്യം പറഞ്ഞാൽ കൃത്യമായ ഒരു മറുപടി CPIMന്റെ സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ നൽകിയില്ല. ശബരിമല തിരിച്ചടിയായോ എന്ന് ചോദിച്ചപ്പോൾ തിരിച്ചടിയായി എന്ന് പറയാനോ, തിരിച്ചടി ആയില്ല എന്ന് ചോദിച്ചപ്പോൾ ആയില്ല എന്ന് പറയാനോ അദ്ദേഹം തയ്യാറായില്ല. അതിൽ അദ്ദേഹം എക്സാക്റ്റ് ഉപയോഗിച്ച വാക്കെന്ന് പറഞ്ഞാൽ BJPയും UDFും ഇത് വലിയ വിവാദ വിഷയമാക്കി, പക്ഷെ അവർ ഉദ്ദേശിച്ചത്ര ഫലം അതുണ്ടാക്കിയില്ല എന്നൊരു വരിയാണ് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത്. തിരിച്ചും മറിച്ചും ചോദിച്ചിട്ട് കൃത്യമായ ഒരു ഉത്തരം അദ്ദേഹം നൽകിയതുമില്ല. പക്ഷേ CPIM നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരുങ്ങുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി മറികടക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അതിനാണ് ജനുവരി 15 മുതൽ 22 വരെ ഏതാണ്ട് ഒരാഴ്ച കേരളത്തിലെ മുഴുവൻ വീടുകളിലും കയറി അവർക്ക് പറയാനുള്ളത് കേൾക്കാനും പാർട്ടിക്ക് അങ്ങോട്ട് പറയാനുള്ളത് പറഞ്ഞു കൊടുക്കാനുമുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുന്നത് ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനും സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിക്കാനുമാണ്. സംസ്ഥാന സർക്കാരിനെതിരെ ഒരു തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരവും ഉണ്ടായിട്ടില്ല എന്ന വിലയിരുത്തലാണ് 2 ദിവസം ചേർന്ന നേതൃയോഗങ്ങളിൽ ഉണ്ടായത് എന്ന് എം.വി. ഗോവിന്ദൻ തന്നെ ഉണ്ട്. സമ്മേളനത്തിലുടനീളം അതായത് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിലയിരുത്തലുകളൊക്കെ നടത്തുമ്പോഴും ഇപ്പോൾ വിവാദമായിട്ടുള്ള മറ്റത്തൂർ വിഷയം, അതിൽ CPM കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കോൺഗ്രസ് BJP ഡീൽ എന്ന പ്രചാരണം അത് കാര്യമായി തന്നെ CPM ഏറ്റെടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? ഒപ്പം ഈ മേയറുടെ MLA ഓഫീസുമായി ബന്ധപ്പെട്ട വിവാദം, അതിലും കോൺഗ്രസിനെതിരെ നിലപാടെടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തിന് പാലക്കാട് ആൾക്കൂട്ട കൊലപാതകത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രചാരണം CPM നടത്താൻ പോകുന്നു എന്നുള്ള സൂചനകൾ കൂടിയാണ് എം.വി. ഗോവിന്ദൻ നൽകിയിരിക്കുന്നത്, അല്ലേ? വിനിത, അങ്ങനെയാണ്. മറ്റത്തൂർ വിഷയം CPIMന് വീണ് കിട്ടിയ ഒരു ആയുധം തന്നെയാണ്. അത് പറയാൻ തന്നെ എം.വി. ഗോവിന്ദൻ കുറച്ചധികം സമയം ഉപയോഗിക്കുകയും ചെയ്തു. അതിൽ പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ കോൺഗ്രസ് നാളെ BJP ആകും. അങ്ങനെ BJP ആയി ഏത് നേതാവിനും ഏത് നിമിഷവും മാറാവുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് മറ്റത്തൂരിൽ 8 കോൺഗ്രസ് അംഗങ്ങൾ BJPയിലേക്ക് ചുവട് മാറിയത് എന്ന് കൃത്യമായി തന്നെ എം.വി. ഗോവിന്ദൻ പറയുന്നുണ്ട്. കോൺഗ്രസിന്റെ പരമോന്നത ബോഡിയായ AICCയുടെ ഉന്നതാധികാര സമിതിയിൽ പോലും
ഒരു RSS അനുകൂല നിലപാടുള്ള ആളുണ്ട്. ശശി തരൂരിന്റെ പേര് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും അതാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് മനസ്സിലാക്കുന്നു. ആ തരത്തിൽ അദ്ദേഹം ഇക്കാര്യത്തിൽ നിലപാടുകളെടുത്തു. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ LDFന് എതിരായി UDFന് അനുകൂലമായി പോൾ ചെയ്തൊരു സാഹചര്യമുണ്ട്. സംസ്ഥാന കമ്മിറ്റിയിലെ ഒരു വിലയിരുത്തൽ തന്നെ CPM BJP ഡീൽ എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം പൊളിക്കാൻ കഴിയാതിരുന്നത് ഇത്ര വലിയ തോൽവിക്ക് ആക്കം കൂട്ടി എന്നൊരു വിലയിരുത്തൽ ഇന്നലെയും ഇന്നുമായി ചേർന്ന സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. അതിനൊരു മറുമരുന്നായി മറ്റത്തൂർ ഉദാഹരണമായി പറഞ്ഞു ഉപയോഗിക്കാനാണ് CPIMന്റെ തീരുമാനം. അതുകൊണ്ടാണ് ഏത് നിമിഷവും ഏത് കോൺഗ്രസ് നേതാവിനും BJPയിലേക്ക് പോകാൻ നിമിഷങ്ങൾ പോലും വേണ്ട, അവർ പോകാൻ ആഗ്രഹിച്ചാൽ അപ്പോൾ തന്നെ പോകും എന്ന തരത്തിലുള്ള പ്രചാരണം നടത്തുന്നത് CPIM അത് അടുത്ത ദിവസങ്ങളിലും ഇത് ശക്തമായ പ്രചാരണ വിഷയമായി തന്നെ വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിന്റെ വിശദാംശങ്ങളാണ് റഹീസ് റഷീദ് നൽകിക്കൊണ്ടിരിക്കുന്നത്.